ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി CPIഎമ്മിൻ്റെ നേതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ അവർ BJP ആയിരിക്കും എന്നുള്ളത്. എന്ത് വിശ്വാസത്തിൽ ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലകുറി നമ്മുടെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം എന്ന തരത്തിലേക്ക് കൂടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരളവ് വരെ CPIഎം അതിൽ സന്തോഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു നീക്കം BJP നടത്തിയതിൽ, അതിൽ കൃത്യമായി തന്നെ പത്മജ വേണുഗോപാൽ വീണതിലും. ആദ്യം പറയാനുള്ളത്, മതേതര ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമെന്ന് അന്നും ഇന്നും നമ്മൾ വിശ്വസിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി ഇന്ന് ആ പാർട്ടിയെ എത്തിച്ചേർന്നിരിക്കുന്ന അധപ്പതനത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് കക്ഷികളുമായി കൂട്ടുചേർന്നതിന്റെ ചില നേതാക്കന്മാർ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥ ഓർക്കുമ്പം ലജ്ജയും അപമാനവും തോന്നുന്നത്. ഇവിടെ ഇപ്പൊ പത്മജ അനുജയുടെ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞത് വളരെ വസ്തുതാപരമായി കറക്റ്റാണ്. അതായത് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ചെറിയ നേതാവല്ല. കേരളത്തിന്റെ അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ രണ്ട് സമുന്നത നേതാക്കളായിരുന്നു പിന്നെ AK ആന്റണി. അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. K കരുണാകരനും. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയെ PV നരസിംഹറാവുവിനെ സൃഷ്ടിച്ച വ്യക്തിത്വമാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിലിരുന്ന് ചരടുകൾ വലിച്ചുകൊണ്ട് ശ്രീ K കരുണാകരൻ. ഇടയ്ക്ക് അദ്ദേഹം പാർട്ടി വിട്ട് DAC രൂപീകരിച്ചെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് കോൺഗ്രസ് പതാക പുതച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. നമുക്കൊക്കെ അറിയാം. ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിനോട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനേക്കാൾ ഉപരിയായിട്ട് AK ആന്റണി എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിൽ ഏറ്റവും കൂടുതൽ, പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാരം നുണഞ്ഞ, എന്നാൽ അധികാരത്തിനോട് അകന്നു നിൽക്കുമെന്ന് അഭിനയിക്കുകയും അഴിമതി രഹിത രാഷ്ട്രീയമാണെന്ന് പറയുകയും ചെയ്തു. അതൊക്കെ വസ്തുതയാണ്. ചെയ്യുന്ന AK ആന്റണിയുടെ മകൻ പിന്നെ ആദ്യം BJPയിലേക്ക് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട K കരുണാകരന്റെ മകള് 2 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, അങ്ങനെ എല്ലാ പദവികളും വഹിച്ച പത്മജ വേണുഗോപാൽ BJPയിലേക്ക് 5 മണിക്ക് ചേരുന്നു. ഏറ്റവും വിചിത്രം അതല്ല, അവര് പറഞ്ഞത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം നീങ്ങിയെന്നാണ് പറഞ്ഞത്. പച്ച നുണയാണ്. അത് കാരണം അവരുടെ ഹസ്ബൻഡ് വേണുഗോപാൽ, ഡോക്ടർ വേണുഗോപാൽ എന്ന് മാധ്യമങ്ങളോട്, 24 അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു, എന്റെ ഭാര്യയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരുമായിട്ട് സംഭാഷണത്തിലാണ്, അവർ ക്ഷണിക്കുന്നുണ്ട്, ഇപ്പോഴാണ് തീരുമാനം എടുത്തത്. മറ്റു പല കാരണങ്ങളും പറഞ്ഞു. അതൊക്കെ അപ്രസക്തമായ കാരണങ്ങളാണ്. പക്ഷേ ആ തീരുമാനം താൻ അറിഞ്ഞില്ല, താൻ ഇപ്പോഴാണ് അറിയുന്നത്, താൻ ഫോൺ ചെയ്തപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് ബാലിശമായ ഒരു മറുപടിയിലൂടെ ഭയന്ന്, അതായത് പരാജയം ഉറപ്പാണെങ്കിൽ പോലും അഗാധമായൊരു ഭീതിയിൽ വികാരഭരിതനായിട്ട് ശ്രീ K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടതാണ് വിചിത്രമായി തോന്നിയത്.